സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വിശാഖ നക്ഷത്ര ജാതകരുടെ വ്യാഴമാറ്റത്തെ പറ്റിയുള്ള സ്ഥിതി, അവസ്ഥ, ഗതി എന്നിവയെ പറ്റിയാണ്. വിശാഖ നക്ഷത്രത്തിന് 2024 മെയ് 1 മുതൽ 2025 മെയ് 1 വരെ വ്യാഴന്റെ മാറ്റം, അതിന്റെ ചലനം, അതിന്റെ അവസ്ഥ, സ്ഥിതി, ഗതികൾ എന്നിവ പറയുകയാണ്. വിശാഖം രണ്ട് കൂറുകളിലാണ് അറിയപ്പെടുന്നത്, വൃശ്ചികക്കൂറും തുലാക്കൂറും. പൊതുവെ വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴൻ 7-ലും തുലാ രാശിക്കാർക്ക് വ്യാഴൻ 8-ലും സഞ്ചരിക്കുന്നു. വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴൻ 7-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ദുരിതങ്ങളെല്ലാം മാറി നല്ല അവസ്ഥകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് വിവാഹത്തിന് നല്ല സമയമാണ് കുടുംബിനികൾക്ക്, അതുപോലെ തന്നെ പുരുഷന്മാർക്കും. ഏതാണ്ട് 23, 24 ഈ പ്രായങ്ങളിലുള്ളവർക്ക്, സ്ത്രീകൾക്കാണെങ്കിൽ വിവാഹത്തിന് ഉത്തമവും അതുപോലെ തന്നെ തൊഴിലിന് ഉത്തമവും പഠിത്തത്തിൽ നല്ല വിജയവും മാർക്കുകളും വാങ്ങിക്കുവാൻ ഉള്ള സമയമാകുന്നു. പുരുഷന്മാർക്കാണെങ്കിൽ 23:30, 24:30, 25 ഈ കാലങ്ങളിൽ പഠന സംബന്ധമായ ഉയർച്ചയും ഉദ്യോഗ ഉയർച്ചയും ലഭിക്കുന്നതാണ്. പൊതുവെ ഇവർക്ക് ഗ്രഹം വാങ്ങുവാനോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി കുടുംബക്കാർ ഗ്രഹം വച്ചു കൊടുക്കുവാനോ ഉള്ള സമയങ്ങളും സാമ്പത്തികമായി തന്നെത്താനെ നേട്ടങ്ങൾ, അതായത് തന്നെ തൊഴിൽ കണ്ടുപിടിച്ച് തൊഴിൽ നേടുവാനുള്ള യോഗഭാഗ്യങ്ങൾ കാണപ്പെടുന്നു. അതുപോലെ മറ്റ് തൊഴിൽ ചെയ്യുന്നവർക്കും അവരുടേതായ കഴിവിനനുസരിച്ചുള്ള തൊഴിലുകൾ ചെയ്യുവാനും നിയന്ത്രിക്കുവാനും അതിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ നേടുവാനുമുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടാകുന്നു. സാമ്പത്തികമായി പൊതുവെ ഇവർക്ക് ഗുണങ്ങൾ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ അടുത്ത് തുലാക്കൂറുകാർക്ക് ഏതാണ്ട് ആഗസ്റ്റ് സെപ്റ്റംബർ വരെ അത്ര നന്നായിരിക്കുകയില്ല. വ്യാഴൻ ഒരു കൊല്ലം എട്ടാമിടത്ത് സഞ്ചരിക്കുന്നുവെങ്കിലും ഈ കാലഘട്ടം അവർക്ക് പൊതുവെ സാമ്പത്തികമായ ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകും. ചെറിയ ബാധ്യതകളിൽ ഏർപ്പെട്ടവർക്ക് ബാധ്യതകൾ തീർക്കുവാൻ അല്പ താമസ തടസ്സങ്ങൾ ഉണ്ടാക്കും. എങ്കിലും അവർക്ക് അവരുടെ കഠിന അധ്വാനവും പ്രയത്നവും കൊണ്ട് ഇവ തീർക്കുവാൻ ഈ 2025 മെയ് അവസാനത്തോടുകൂടി സാധിക്കുന്നതാണ്. ഇവർക്കും തൊഴിൽ മേഖലകളിൽ പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാകും. സ്വന്തമായി പണം മുടക്കി തൊഴിൽ ചെയ്യുന്നവർ അല്പം ശ്രദ്ധിക്കണം. കാരണം വ്യാഴന് മറവുള്ളത് കൊണ്ട് സാമ്പത്തിക ദുരിതങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക. വിശാഖ നക്ഷത്ര ജാതകർ ജനിക്കുന്നത് വ്യാഴദശയിലാണ്. വ്യാഴൻ സാധാരണ രീതിയിൽ 16 കൊല്ലം കാണും. ഇവരുടെ ജനന സമയം അനുസരിച്ച് ചിലപ്പോൾ 5 കൊല്ലം കാണും, ചിലപ്പോൾ 10 കൊല്ലം കാണും. അത് കഴിഞ്ഞാൽ വരുന്നത് ശനി 19 കൊല്ലം, അത് കഴിഞ്ഞാൽ വരുന്നത് ബുധൻ 17 കൊല്ലം, അത് കഴിഞ്ഞാൽ കേതു 7 കൊല്ലം, പിന്നീട് ശുക്രൻ 20 കൊല്ലം, അത് കഴിഞ്ഞാൽ ആദിത്യദശ 6 കൊല്ലം, പിന്നീട് ചന്ദ്രദശ 10 കൊല്ലം. തുലാക്കൂറുകാർക്ക് താൽക്കാലികമായി സാമ്പത്തിക ദുരിതങ്ങൾ ഉണ്ടെങ്കിലും ക്രമേണ അവ മാറുകയും ഇവർക്ക് വിദേശത്ത് പോകുന്നതിന് നന്നായിരിക്കും. പണം മുടക്കാതെ ബന്ധുക്കളോ അല്ലെങ്കിൽ കൂട്ടുകാർ വഴിയോ അല്ലെങ്കിൽ വല്ല മത്സര പരീക്ഷകളിൽ നിന്നുള്ള ജയിച്ചോ വെളിയിൽ പോകുന്നത് വളരെ ഉത്തമവും അവിടെ ചെന്നാൽ സാമ്പത്തിക നേട്ടത്തിനും പുതിയ തൊഴിലുകളിൽ ഏർപ്പെടുവാനും സാധിക്കുന്നതാണ്. ഒപ്പം വൃശ്ചികക്കൂറുകാർക്കും വിദേശത്ത് പോകുവാൻ നല്ല അവസരമാണ്. സ്ത്രീകൾക്ക് 21-24 തൊഴിൽ യോഗവും വിവാഹ യോഗവും കാണപ്പെടും. പുരുഷന്മാർക്ക് 25:30 ശേഷം 26:30 അല്ലെങ്കിൽ 27-നകത്ത് വിവാഹ യോഗവും നല്ല തൊഴിലുകൾ യോഗവും പുതിയ സാങ്കേതിക
വിദ്യകൾ പഠിക്കുകയും അവയിൽ നിന്നുള്ള നേട്ടങ്ങളും ഭാഗ്യങ്ങളും ബിരുദങ്ങളും ഉണ്ടാകും. വ്യാഴമാറ്റം ഈ രണ്ട് കൂറുകാർക്കും മിശ്രഫലങ്ങൾ കൂടുതൽ നൽകപ്പെടും. പ്രത്യേകിച്ച് തുലാക്കൂറുകാർക്കാണ് മിശ്രഫലം. മറ്റ് വൃശ്ചികക്കൂറുകാർക്ക് സാമാന്യം നല്ല ഫലങ്ങളും നൽകുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് വിദ്യയിൽ വിജയം ഉണ്ടാകുവാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽ ജലധാര കൊടുക്കുകയും വിദ്യാരാജഗോപാല യന്ത്രം ധരിക്കുന്നതും ഉത്തമമായിരിക്കും. വിവാഹം സംബന്ധിച്ച് താമസിച്ചിരിക്കുന്നവർക്ക് ഈ കാലഘട്ടം പ്രത്യേകിച്ച് വൃശ്ചികക്കൂറുകാർക്ക് വളരെ അനുകൂലമാകുന്നു. അതുപോലെ സന്താന സംബന്ധിയായി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും സന്താന സംബന്ധിയായ നല്ല അവസ്ഥകൾ വരികയും നല്ല ഗാർഹികമായ സുഖത്തിന് അനുഭവങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ മധ്യവയസ്കരായ ജനങ്ങൾക്ക് പൊതുവെ ഗ്രഹത്തിൽ സൗഭാഗ്യവും ഗ്രഹത്തിൽ പുതിയ സാധനങ്ങൾ വാങ്ങുവാനും ഗ്രഹം നന്നാക്കുവാനും അവരുടെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്ക് രോഗശാന്തിയും അതുപോലെ തന്നെ വിദഗ്ധ ഡാക്ടർമാരെ കണ്ട് നല്ല ചികിത്സ ചെയ്യുവാനുമുള്ള അവസരങ്ങൾ കൂടുതൽ വന്നു ചേർന്നേക്കും. പൊതുവെ വിശാഖ നക്ഷത്ര ജാതകർ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും സാത്വികരും ബുദ്ധിമാന്മാരും തൊഴിലിനോട് വളരെ ആത്മാർത്ഥമുള്ളവരും ഭാഗ്യവാന്മാരും ആയിരിക്കും. മേടദിശയിൽ ജനിക്കുന്നത് കൊണ്ട് പൊതുവെ വൈഷ്ണവ ചൈതന്യം, അതായത് വിഷ്ണുവിൻ്റെ ശക്തി ഇവരിൽ എപ്പോഴും കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 50, 55, 60, 70 ഈ പ്രായങ്ങളിലുള്ളവർക്കും ഈ ഘട്ടം ഈ വർഷം പൊതുവെ നന്നായിരിക്കും. ഇവർക്ക് സന്താനങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുവാനും അവർ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ വിദേശത്തോ എല്ലാം തൻ്റെ തൊഴിലിൽ പേരും പ്രശസ്തിയും പെരുമയും ഉണ്ടാക്കുവാൻ സാധിക്കും. എല്ലാം മഹാവിഷ്ണുവിൻ്റെ ശക്തിയും ചൈതന്യവും ഇവർക്ക് നൽകപ്പെടും. പൊതുവെ വ്യാഴമാറ്റം ഈ വിശാഖത്തിന് ഒരു അനുഗ്രഹമായി തന്നെ പറയാൻ സാധിക്കും. ഇവർക്ക് ശിവൻ ക്ഷേത്രത്തിൽ ദർശനവും സർപ്പക്ഷേത്ര ദർശനവും വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ, അതായത് പ്രത്യേകിച്ച് കൃഷ്ണക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. സ്നേഹബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യവും ഭാഗ്യവും ഐശ്വര്യവും വരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊള്ളുന്നു എന്നും മലയങ്കിരി പുരുഷോത്തമൻ ദർശനം.